നമസ്കാരം. പ്രശാന്ത് നീലിൻ്റെ സലാറിൽ ഒരു രംഗമുണ്ട്. പ്രഭാസിൻ്റെ കഥാപാത്രം പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു കാര്യമാണ്. അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ തീവ്രത ആ സിനിമയുടെ ആകെ അന്തർധാര വ്യക്തമാക്കുന്ന ഒരു സൂചനയാണ് ആ സംഭാഷണത്തിലുള്ളത്. അതിങ്ങനെയാണ്: നിനക്ക് വേണ്ടി വേട്ടക്കാരനാകാനും വേട്ടമൃഗമാകാനും ഞാൻ ഒരുക്കമാണ് എന്നാണ്. മരിക്കാൻ വരെ തയ്യാറായ സൗഹൃദത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു നിലപാടാണ് പ്രഭാസിൻ്റെ ആ കഥാപാത്രം വ്യക്തമാക്കുന്നത്. ദേവ ഒരു വലിയ തിരിച്ചുവരവ് നടത്തുകയാണ് ആ സിനിമയിൽ. ഒരു നാട്ടിൽ നിന്ന് മറ്റെങ്ങോ പോയി അപ്രത്യക്ഷനായി നിന്ന ദേവ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. ആ തിരിച്ചുവരവാണ് സലാർ. സലാർ വ്യക്തമാക്കുന്ന കഥാസന്ദർഭം ഇത്രയുമാണ്. ഈ കഥാസന്ദർഭം നമ്മളിലേക്ക് ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു തിരിച്ചുവരവിൻ്റെ അതിജീവനത്തിനായി ഏതറ്റം വരെയും ശ്രമിക്കുന്ന പോരാടുന്ന രണ്ട് പോരാളികളുടെ അതിന് നേതൃത്വം നൽകുന്ന കഥാപാത്രത്തിൻ്റെ ഒക്കെ കഥയാണ് പറയുന്നത്. മറ്റൊരു ലോകമാണ് പ്രശാന്ത് നീൽ സൃഷ്ടിക്കുന്ന, നമ്മളൊന്നും പരിചയമില്ലാത്ത ആധുനിക ലോകമെന്ന് നമ്മൾ വിചാരിക്കുമ്പം തന്നെ വളരെ അതിപുരാതനം എന്നൊക്കെ തോന്നിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന, എല്ലാം മിക്സ് ചെയ്തിട്ടൊരു ചിത്രകഥ പണ്ട് നമ്മൾ വായിക്കാറില്ലേ, അതുപോലെ നമുക്കറിയാത്ത ഒരു ലോകത്ത് ഒരു ചിത്രകഥയിലൊക്കെ സംഭവിക്കുന്ന കഥകൾ പറയുന്നത് പോലെ വളരെ രസകരമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത് സിനിമയെക്കുറിച്ചല്ല, പ്രഭാസിനെക്കുറിച്ചാണ്. ഈ സിനിമയോടുകൂടി, സലാറോടുകൂടി പ്രഭാസ് നടത്തുന്ന തിരിച്ചുവരവിനെക്കുറിച്ചാണ്. ഇന്ന് ലോകമെങ്ങുമുള്ള സിനിമാ ആരാധകർ ഒരുപക്ഷെ ബാഹുബലിക്ക് ശേഷം ലോകത്ത്, നമ്മുടെ സിനിമാ ലോകത്ത് വന്ന പുതിയ ഒരു താരോദയത്തിൻ്റെ, നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള ഒരു താരത്തിൻ്റെ ഉദയത്തിൻ്റെ ശേഷം നമ്മൾ പലപ്പോഴും പല ഇടത്തും പ്രഭാസിനെ കാണുന്നേയില്ല. പ്രഭാസിൻ്റെ ജീവിതം തന്നെ സിനിമാ ജീവിതം തന്നെ പ്രതിസന്ധിയിലായോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ പ്രഭാസ് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ഈ ചിത്രത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. പ്രശാന്ത് നീലിന് അതിന് കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ മറ്റൊരു തലത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഒന്നാമത്തെ പ്രതിസന്ധി പ്രഭാസ് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നമുക്ക് ശീലമില്ലാത്ത വിധം പെട്ടെന്ന് ഉദിച്ചുയർന്ന് അങ്ങ് പീക്കിൽ നിന്ന ഒരാളായി അദ്ദേഹം മാറുകയായിരുന്നു. പ്രഭാസ് ഇന്ത്യൻ സിനിമ മേഖലയിൽ ഒരുപക്ഷെ തളർന്നിരിക്കുന്ന ആളുകൾക്ക് പ്രചോദനമാകും വിധത്തിലുള്ള കരിയറിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് പ്രഭാസിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ബാഹുബലിയെക്കുറിച്ച് തന്നെ പറയാതെ നിർവാഹമില്ല. 2015 ബാഹുബലി എന്ന സിനിമ പുറത്തിറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ്, ബ്രഹ്മാണ്ഡ ചിത്രമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നൊന്നും അവർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രതീക്ഷയുണ്ടായിരുന്നു. സംവിധായകൻ രാജമൗലിയും ഇന്ത്യ ആകെ അറിയപ്പെടാൻ ഒരുങ്ങുന്നൊരു നടനായി പ്രഭാസ് ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ്, വെമ്പി നിൽക്കുകയാണ് എന്ന ധാരണയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഊഹമുണ്ട്. രണ്ട് ഭാഗങ്ങളിലായി നമുക്ക് പരിചയമില്ലാത്ത ഒരു സിനിമ ശൈലിയാണ് അവർ അവലംബിച്ചത്. അതിനിടയ്ക്ക് ഒരു ദിവസം ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ രാജമൗലി പ്രഭാസിനോട് പറഞ്ഞു, ഈ സിനിമ വലിയ വിജയമായി തീരും, പ്രഭാസ് പാൻ ഇന്ത്യൻ താരമാകും, ബാഹുബലിക്കപ്പുറം എന്തു ചെയ്യാൻ കഴിയും എന്ന പ്രതിസന്ധിയെ നേരിടേണ്ടി വരും, അതുകൊണ്ട് ഇതുപോലെ വലിയ ചിത്രങ്ങൾ നിരന്തരം ചെയ്ത് മുന്നോട്ട് പോകരുത്, അങ്ങനെ അതിനുള്ള ശ്രമം നടത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല, ബാഹുബലിക്ക് ശേഷം നല്ല ചെറിയ സിനിമകളും ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ രാജമൗലിയുടെ വാക്ക് പ്രഭാസ് ഈ സിനിമ പുറത്തു വന്ന് കേട്ടതേയില്ല. ബാഹുബലി ബ്രഹ്മാണ്ഡ ചിത്രമായി ആന്ധ്രയിൽ നിന്നുള്ള ഏതൊരു പൂർവ്വകാല താരത്തേക്കാൾ പ്രഭാസ് പ്രശസ്തനായി. പിന്നീട് ചെറിയ നിർമ്മാണം ആവശ്യപ്പെടുന്ന ചിത്രങ്ങൾ പോലും വൻ ബജറ്റിലേക്ക് മാറ്റി അങ്ങനെ നിർമ്മിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ പ്രഭാസ് എന്ന താരം എത്തി. ചെറിയ നല്ല കാമ്പുള്ള സിനിമകൾ വന്നാലും പ്രഭാസിൻ്റെ താരമൂല്യം കണക്കാക്കി വമ്പൻ സിനിമയാക്കി മാറ്റും അദ്ദേഹം. അതിന് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ് ആ സിനിമ ആവശ്യപ്പെടുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ ആ സിനിമകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. പ്രഭാസിൻ്റെ സംവിധായകരൊക്കെ നിരാശയായി. സാഹോ, രാധേശ്യാം ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ തുടക്കത്തിലെ തന്നെ ജനം തള്ളിക്കളഞ്ഞു. ഏറ്റവും അവസാനമാണ് ബ്രഹ്മാണ്ഡ ചിത്രമായ ആദിപുരുഷ് വന്നത്. പ്രഭാസിൻ്റെ ഈ തരത്തിലുള്ള മാസ് ആരാധകർക്ക് അതും വലിയ നിരാശയുണ്ടാക്കി. നഷ്ടക്കച്ചവടമായില്ല എന്ന് മാത്രം ആശ്വസിക്കാം എന്ന് മാത്രമാണ് ആദിപുരുഷൻ്റെയും സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആരും അത് ഓർക്കുന്നു പോലുമില്ല ഇപ്പോൾ. പക്ഷേ ബാഹുബലിക്കപ്പുറത്ത് പ്രഭാസിനെ ഉയർത്താനോ ജനമനസ്സിലിടം നേടിക്കൊടുക്കാനോ പിന്നീട് ഒരു സിനിമയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴാണ് പ്രശാന്ത് നീലിൻ്റെ സലാർ വരുന്നത്. സലാർ ലോകമെങ്ങുമുള്ള പ്രഭാസ് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. സിനിമാ പ്രേമികളുടെ ആകെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന ഒരു പ്രത്യേകതരം ആസ്വാദ്യത. KGF 1ഉം 2ഉം എടുത്ത് പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ച ആളാണ് പ്രശാന്ത് നീൽ. ഇപ്പോൾ സലാറിൻ്റെ 1ാം ഭാഗം സീസ് ഫയർ എന്ന് പറയുന്ന ഈ പ്രത്യേക കഥ
ജനങ്ങൾ സ്വീകരിച്ച ഘട്ടത്തിൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിനായും ആളുകൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രഭാസിന് പുതിയൊരു തിരിച്ചുവരവിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത്. ഇത് ഈ കുതിപ്പ്, അദ്ദേഹത്തിൻ്റെ കിതപ്പ്, ഇവിടെയൊക്കെ ഈ തിരിച്ചുവരവിൻ്റെ കഥയൊക്കെ ഈ കഥാസാഹചര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. സലാറിൻ്റെ കഥാസാഹചര്യവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ആ കഥ പറഞ്ഞത്. നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയ ഒരാൾ തിരിച്ചു വരികയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ഒരർത്ഥത്തിൽ പ്രഭാസിൻ്റെ ജീവിതം ഒരു പാഠമായി തീരുന്ന സിനിമാ സാഹചര്യവും ജീവിതത്തിൻ്റെ അതിജീവന ശ്രമങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അത് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമാണ്. തെലുങ്ക് നിർമ്മാതാവായിരുന്ന സൂര്യനാരായണ രാജുവിൻ്റെയും ഭാര്യ ശിവകുമാരിയുടെയും 3 മക്കളിൽ ഇളയവനായി മദ്രാസിലാണ് വെങ്കട്ട സത്യനാരായണ പ്രഭാസ് രാജു ഉപ്പലപ്പതി എന്ന പ്രഭാസിൻ്റെ ജനനം. മികച്ച ജീവിത സാഹചര്യങ്ങളിൽ ആയിരുന്നു കുട്ടിക്കാലം. സ്കൂൾ വിദ്യാഭ്യാസം ഭീമവരത്തെ DNR വിദ്യാലയത്തിലാണ് പൂർത്തിയാക്കിയത്. ഹൈദരാബാദിലെ ശ്രീ ചൈതന്യ കോളേജിൽ നിന്ന് BTech ബിരുദം. എഞ്ചിനീയറിംഗിന് ശേഷം സിനിമ പഠിക്കാൻ പോയി. കൂട്ടത്തിലിരിക്കുമ്പോൾ അസാധാരണത്വം ഒന്നും തോന്നാത്ത ഒരു സാധാരണ വ്യക്തിത്വമാണ് പ്രഭാസിൻ്റേത്. വലിയ ശരീരമുണ്ട് എന്നുള്ളതിലൊഴികെ മറ്റൊരു തരത്തിലുള്ള ആകർഷകമായ പ്രത്യേകിച്ചൊന്നുമില്ല. അഭിനയത്തിൽ പ്രത്യേകിച്ച് പഠനകാലത്തും അടയാളപ്പെടുത്തലുകൾ, അങ്ങനെ പ്രത്യേക അഭിനയ വേദികളിൽ തിളങ്ങൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ അയാളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു എന്നുള്ളതല്ലാതെ മൂപ്പർക്ക് വലിയ ഭാവിയുണ്ട് എന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. വലിയ താരമാവും, ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമ പ്രധാന മേഖലയായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആളാകും എന്നൊന്നും അവർക്കും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. സിനിമാ ബന്ധങ്ങൾ ഏറെയുള്ള കുടുംബമായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പശ്ചാത്തലം. 2-3 സിനിമകളിൽ അഭിനയിക്കും. അത് കഴിഞ്ഞ് അവൻ പിന്മാറുകയോ ചെറിയൊരു താരമായി മുന്നോട്ട് പോവുകയോ ചെയ്യും എന്നുള്ളത് മാത്രമായിരുന്നു പ്രതീക്ഷ. തെലുങ്കിലെ റിബൽ സ്റ്റാർ എന്ന് 70കളിൽ അറിയപ്പെട്ടിരുന്ന കൃഷ്ണം രാജു എന്ന അമ്മാവൻ്റെ പിന്മുറക്കാരനായാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഇയാൾ സിനിമയിലേക്ക് വരുന്നത്. എന്നാൽ വീട്ടുകാർ കരുതുന്നതിനപ്പുറത്തുള്ള സിനിമാ മോഹങ്ങൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കരമായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഈ കാലത്താണ് തെലുങ്കിലെ യുവതാരം തരുൺ കുമാർ അതിവേഗം കുതിക്കുന്ന താരമായി ഉയർന്നത്. തരുൺ കുമാറിൻ്റെ ഡേറ്റിനായി സംവിധായകർ ക്യൂ നിന്നു. ജയന്ത് സി പരഞ്ചി തൻ്റെ പുതിയ ചിത്രത്തിനായി തരുൺ കുമാറിനെ സമീപിക്കുന്നിടത്തുനിന്നാണ് യഥാർത്ഥത്തിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും നമ്മുടെ പ്രഭാസിൻ്റെ കരിയറിലേക്കും പ്രധാനപ്പെട്ടൊരു പോയിൻ്റായി അത് മാറുന്നത്. തരുൺ കുമാറിന് ജയന്ത് സി പഞ്ചിന് നൽകാൻ ഡേറ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കാണ്. അതിനായി കാത്തു നിൽക്കാൻ പരഞ്ചി തയ്യാറായതുമില്ല. അങ്ങനെ അയാൾ പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്വേഷണം തുടങ്ങി. നിരവധി പേരുകൾ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് അവസാനം 2 പേരുകളിലെത്തി. ഒന്ന് അല്ലു അർജുൻ, രണ്ടാമത്തത് പ്രഭാസ്. അങ്ങനെ ജയന്ത് ഒരാളെ തിരഞ്ഞെടുത്തു. അയാളുടെ പേരാണ് പ്രഭാസ്. ഒഴിവാക്കിയ ആളുടെ പേരാണ് അല്ലു അർജുൻ. 2002-ൽ തരുൺ കുമാറിൻ്റെ പകരക്കാരനായി ഈശ്വർ എന്ന സിനിമയിലൂടെ അങ്ങനെ പ്രഭാസ് നടനായി. ഈശ്വർ വലിയ വിജയമായില്ല. തൊട്ടു പിന്നാലെ അടുത്ത ചിത്രം രാഘവേന്ദ്ര, അതും തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. ഇതിനിടയിൽ അടവി രാമുഡു, ചക്രം തുടങ്ങിയ സിനിമകളൊക്കെ വന്നു. അതൊന്നും പക്ഷേ വിജയിച്ചില്ല. 2004-ലെത്തിയ വർഷമാണ് അദ്ദേഹത്തിൻ്റെതായി വിജയിച്ച ചിത്രം. അങ്ങനെ പരാജയം മാത്രം രുചിച്ച പ്രഭാസിന് വർഷം 2004-ൽ ഒരു വെളിച്ചമായി മാറി. 2005-ൽ പുറത്തിറങ്ങിയ ഛത്രപതി പ്രഭാസിൻ്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. ഛത്രപതി രാജമൗലിയുടെ ചിത്രമായിരുന്നു. ഇതോടുകൂടി പ്രഭാസ് സിനിമയിലൂടെ തന്നെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പിന്നാലെ വന്ന മുന്ന, ബില്ല ഇതൊക്കെ കുഴപ്പമില്ലാതെ ഓടി. എന്നാൽ 2010-ൽ ഡാർലിംഗ് എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യ മുഴുവൻ പ്രഭാസ് അറിയപ്പെട്ടു. എല്ലാവരും ലൈറ്റായൊരു നടൻ, നമുക്കിഷ്ടം തോന്നുന്ന ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം എത്തി. പൗർണമി, യോഗി തുടങ്ങി റിബൽ വരെയുള്ള ചിത്രങ്ങളിലൂടെ തെലുങ്കിലെ ജനപ്രീതിയുള്ള താരമായി അദ്ദേഹം വളർന്നു. അതിനിടെ തെലുങ്കിലെ റിബൽ സ്റ്റാർ എന്ന പേരും ആരാധകർ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു. മിർച്ചിയിലെ അഭിനയത്തിന് ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു. അപ്പോഴൊക്കെ ഇടക്കിടക്ക് വിജയം ഉണ്ടാകുന്ന ഒരു ശരാശരി താരം എന്നുള്ള നിലയിലേക്ക് പ്രഭാസ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിൽ എത്തിയിട്ട് ഒരു ദശകം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു വലിയ കുതിപ്പൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, വലിയ സിനിമാ മേഖലയിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആൾ കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എന്നിട്ടും പക്ഷേ വലിയ സിനിമാ നടൻ എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനൊരു സമസ്യയായി തുടരുകയായിരുന്നു. പക്ഷേ ഏത് കഠിന പ്രയത്നത്തിനും തയ്യാറുള്ള ഒരാളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അത് അയാൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് സിനിമാ ജീവിതത്തിൽ മികച്ചൊരു ഹിറ്റായി മാറിയ ഛത്രപതിയുടെ സംവിധായകൻ രാജമൗലി ഒരു അവിശ്വസനീയ ചിത്രത്തിൻ്റെ കഥ പറയുന്നത്. 5 വർഷം സിനിമയ്ക്ക് വേണ്ടി നീക്കിവെക്കണം എന്നതായിരുന്നു ആദ്യത്തെ നിബന്ധന. കഥ കേട്ടപ്പോൾ തന്നെ പ്രഭാസിന് ആവേശമായി. പക്ഷേ 5 വർഷം നീക്കിവെച്ചാൽ എന്ത് സംഭവിക്കുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നില്ല. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ തൻ്റെ കരിയറും ഇങ്ങനെ അങ്ങ് പോകാണല്ലോ, വലിയൊരു റിസ്ക് എടുത്താലേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ എന്ന് ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഭാസ് തീരുമാനിച്ചു ഈ 5 വർഷം ഇതിനു വേണ്ടി നീക്കിവെക്കാം എന്ന്.
കഥ കേട്ടപ്പോൾ വലിയ ആവേശം വന്നു. അപ്പോൾ ഇത് വലിയ ഹിറ്റാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചു. 5 വർഷത്തെ പ്രയത്നത്തിന് അടുത്ത 10 വർഷത്തെ ഫലമുണ്ടാകുമെന്ന് രാജമൗലിയുടെ ചിത്രം തെളിയിച്ചു. തന്നെ കൊണ്ടാകും പോലെയുള്ള പ്രവർത്തനം, മാക്സിമം നീണ്ട നാളുകൾ സിനിമയ്ക്കായി ഉള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ശാരീരികമായി തന്നെ വലിയ മാറ്റങ്ങൾ. അങ്ങനെ ബാഹുബലി സംഭവിച്ചു. മിർച്ചിക്ക് ശേഷം മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പ്. ബാഹുബലി ആന്ധ്രയും കടന്ന് തെന്നിന്ത്യയും കടന്ന് ഇന്ത്യയാകെ ലോകമെങ്ങുമുള്ള സിനിമാ പ്രേമികളെ ആകർഷിക്കും വിധത്തിലേക്ക്, അവർക്ക് ആസ്വാദ്യത നൽകും വിധത്തിലേക്ക് ആ സിനിമ മാറി. അങ്ങനെ പ്രഭാസ് ഒരു വലിയ താരമായി മാറി. ബാഹുബലി ബിഗിനിങ്ങും കൺക്ലൂഷനും കഴിഞ്ഞോടെ പ്രഭാസിൻ്റെ ജീവിതം തന്നെ മാറി. ഉയരങ്ങളിലേക്ക് അയാൾ എടുത്തെറിയപ്പെട്ടു. അസാധാരണമായ നിലയിൽ കുതിക്കുന്ന സാഹചര്യമുണ്ടായി ജീവിതം. തെലുങ്കിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു നടൻ മറ്റൊരു ഭാഷയിൽ ആകെ തലകാണിച്ചിരുന്നത് ആക്ഷൻ ജാക്സൺ എന്ന ഹിന്ദി ചിത്രത്തിൽ മാത്രമായിരുന്നു അത്രേ. ആ പ്രഭാസിനെ ബോളിവുഡ് പോലും ആരാധനയോടെ നോക്കുന്ന സാഹചര്യം ബാഹുബലിക്ക് ശേഷം ഉണ്ടായി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി പ്രഭാസ് മാറി. വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് ഇന്ത്യയെങ്ങുമുള്ള സിനിമാ ലോകത്തെങ്ങുമുള്ള ആളുകൾ ആകാംക്ഷയോട് നോക്കി, എന്താണ് ഇനി പ്രഭാസിൻ്റെ അടുത്ത സിനിമ എന്ന് നോക്കി. അങ്ങനെ തെലുങ്കിലെടുക്കുമ്പം പോലും പാൻ ഇന്ത്യൻ താരമൂല്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ ആകെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയെ മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ തീം എടുക്കുമ്പോഴും വലിയ ചിലവിൽ സിനിമ എടുത്തു. ഈ രാധേശ്യാമിനൊക്കെ സംഭവിച്ച, സഹോക്കൊക്കെ സംഭവിച്ച അതാണ്. ഇങ്ങനെ ഭയങ്കര ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടുള്ള ഗിമ്മിക്കുകളിലേക്ക് മാറി, അത്തരത്തിലുള്ള ഇടപാടുകളിലേക്ക് സിനിമകളൊക്കെ മാറി. അതുകൊണ്ട് റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഇത് വലിയൊരു ഭാരമായി പ്രഭാസിന് മാറുകയായിരുന്നു. താരപദവി തലവേദനയാവുന്ന അവസ്ഥയായി മാറി. മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്, എല്ലാം റെഡിയാണ്, പക്ഷേ കിട്ടുന്നില്ല. ഈ ആദിപുരുഷ വരെയുള്ള ദുരന്തം അങ്ങനെയാണ് ഉണ്ടായത്. ഒന്നും കരപിടിച്ചില്ല. ഒടുവിൽ അവസാന പ്രതീക്ഷ എന്ന വണ്ണമാണ് പ്രശാന്ത് നീൽ സലാറുമായി എത്തിയത്. ചലച്ചിത്ര ലോകത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സലാർ ഒരു പരിധിവരെ ഉയർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് നിന്ന ഘട്ടത്തിലൊക്കെ നിരാശനായി പിൻവാങ്ങിയിരുന്നെങ്കിൽ പ്രഭാസിൻ്റെ ജീവിതം ഇന്ന് എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്നൊക്കെ സിനിമ നിർത്തി പോകാനല്ല അയാൾക്ക് തോന്നിയത്, ഇതല്ലാതെ താൻ എന്തു ചെയ്യും എന്നുവരെ നിരാശയോടെ ചോദിക്കാൻ തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം സിനിമയിൽ വീണ്ടും മുന്നേറാൻ കഴിയുമെന്ന പ്രതീക്ഷ അയാളെ മുന്നോട്ട് നയിച്ചു. അങ്ങനെയാണ് ഓരോ ഇടവേളകളിലും ഛത്രപതിയും ഡാർലിങ്ങും റിബലും ബാഹുബലിയും ഇപ്പോഴിതാ സലാറും ഒക്കെ ഉണ്ടായത്. തിരിച്ചു കയറും, ഒരു പരാജയവും തിരിച്ചടിയും അന്തിമമായ വിധിയല്ല. ഈ വിശ്വാസമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. നിരാശയുടെ പൊളിഞ്ഞ കൽപ്പടവുകളിൽ വൈകാരികതയുടെ പായലിൽ വഴുതി വീണ് അവസാനിക്കാനുള്ളതല്ല ഈ ജീവിതം. ഒരു ജീവിതവും അങ്ങനെയല്ല. അതുകൊണ്ട് അയാൾ ഓരോ കൽപ്പടവുകളും വഴുതാതെയും വഴുതി വീഴുമ്പോൾ ഉണർന്നെണീറ്റും നടന്ന് മുന്നേറി. തളരാതെ മുന്നേറി. സലാർ പ്രഭാസിനെ സംബന്ധിച്ച് അങ്ങനെയൊരു പടവായിരുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പടവ്. സലാർ അയാളുടെ ഈ തിരിച്ചുവരവിൻ്റെ ഗാഥ പാടുന്ന സമയത്തും ഇനിയും പരാജയങ്ങളുടെ പടുകുഴികൾ അയാളെ കാത്തു നിൽക്കുന്നുണ്ടാകും. പക്ഷേ അയാൾ തളരില്ല. കാരണം അയാൾ കടന്നു വന്ന വഴികൾ അത്രയ്ക്ക് തിരിച്ചടികളുടെ മുള്ളുകൾ നിറഞ്ഞതായിരുന്നു. എന്തായാലും സലാറിനായി ലോകമെങ്ങും മുമ്പെങ്ങും ഇല്ലാത്ത വിധം ആരാധകർ ഒരിക്കൽ കൂടി പ്രതീക്ഷ നൽകി. അതിൻ്റെ ഫലമുണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രഭാസിൻ്റെ ഈ ജീവിതം നമുക്ക് മുന്നിൽ ഒരു പാഠം അവശേഷിപ്പിക്കുകയാണ്. തളരാത്ത പ്രതീക്ഷയും അതിനായുള്ള നിരന്തര പരിശ്രമങ്ങളും ഒരാളെ ഏതുവിധം അതിജീവനത്തിന് സഹായിക്കും എന്നുള്ള പാഠം. നന്ദി, നമസ്കാരം.